الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. പല കാര്യങ്ങളും ആവർത്തിച്ച് കേൾക്കുമ്പോൾ നമുക്കത് നിസ്സാരമായി തോന്നാറാണ് പതിവ്. എന്നാൽ മരണത്തെക്കുറിച്ച് ആവർത്തിച്ച് കേൾക്കുന്തോറും പേടി വർദ്ധിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നത്. മുമ്പത്തേതിനെ അപേക്ഷിച്ച് മരണങ്ങൾ വർദ്ധിച്ചതോ എന്നറിയില്ല. എന്തായിരുന്നാലും മരണ വാർത്തകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ അപൂർവമായി മാത്രമേ നമ്മൾ മുമ്പൊക്കെ മരണരംഗങ്ങൾ കണ്ടിരുന്നുള്ളൂ. ഒരാൾ മരിക്കുന്ന സന്ദർഭം കാണാൻ പലപ്പോഴും അപൂർവമായി മാത്രമേ നമുക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവർക്കും എല്ലാ ദിനത്തിലും എത്ര ആവർത്തിച്ചും മരണങ്ങളെ കാണത്തക്ക വിധത്തിൽ മരിക്കുന്ന രംഗങ്ങൾ, അപകടങ്ങൾ, അതിന്റെ CCTV ദൃശ്യങ്ങൾ നമ്മുടെ ഫോണുകളിൽ എപ്പോൾ കാണണമെങ്കിലും കാണാവുന്ന രൂപത്തിൽ മരണരംഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ മനസ്സുകളിൽ ഒരു ഭയം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഭയത്തിൽ നിന്നും ഉണ്ടായത് മരണത്തെക്കുറിച്ച് പേടിയായതുകൊണ്ട് തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ മരണത്തെക്കുറിച്ചൊരു യാഥാർത്ഥ്യബോധം ഉണ്ടാക്കുവാനോ നമ്മൾ ശ്രമിക്കുന്നില്ല. എപ്പോഴെങ്കിലും മരണത്തെക്കുറിച്ചോ നമ്മുടെ മരണത്തെക്കുറിച്ചോ നമ്മുടെ ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടോ മക്കളോടോ മാതാപിതാക്കളോടോ പറഞ്ഞാൽ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും, വേറെന്തെങ്കിലും പറഞ്ഞുകൂടെയാണ്. മരണത്തെക്കുറിച്ച് പറയാൻ പോലും നമുക്ക് ഭയമാണ്. മറ്റൊന്ന് അമിതമായ യുൽഹിഹിമുൽ അമൽ, പ്രതീക്ഷകൾ. നമ്മളെ ജീവിതത്തിലുള്ള വലിയ വലിയ പ്രതീക്ഷകൾ, നമ്മുടെ പ്രതീക്ഷകൾക്ക് നമ്മുടെ ആയുസ്സിനേക്കാളും വലുപ്പമുണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനേക്കാളും വലുപ്പമുണ്ട്. അതുകൊണ്ട് മരണമെന്നത് എത്രയോ വിദൂരമാണെന്ന് നമ്മുടെ മനസ്സുകൾ നമ്മുടെ പ്രതീക്ഷകളെ കൊണ്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ നേടാൻ എത്രയോ ആയുസ്സുകൾ നമുക്ക് വേണം. ആ ആയുസ്സുകൾ ലഭിക്കുമെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണം അടുത്തല്ലെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നു. അതും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ഒരു യാഥാർത്ഥ്യബോധം ഉണ്ടാക്കുവാനും യഥാർത്ഥത്തിൽ തടസ്സമായി നിൽക്കുന്ന കാര്യമാണ്.
എന്നാൽ സുഹൃത്തുക്കളെ, മരണത്തെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധം നമ്മളിൽ ഉണ്ടാക്കുന്ന പോസിറ്റീവായിട്ടുള്ള, അനുകൂലമായിട്ടുള്ള ഒരു എനർജി, ശക്തി, അത് വളരെ വലുതാണ്. ഒരുപക്ഷെ നമ്മളാരും അതിന് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയില്ലെന്നതാണ് വസ്തുത. മരണത്തെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാകുന്നത് ജീവിതത്തിൽ നമുക്ക് വലിയ ഗുണം ചെയ്യും. ചിലപ്പോഴൊക്കെ മാരകമായ അസുഖങ്ങൾ വന്ന് മരണത്തെ മുഖാമുഖം കാണുന്ന പലരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായി. അവിടെ കാണുമ്പോൾ അവർ വല്ലാത്ത അസ്വസ്ഥരാണ്. ചില ആളുകൾ ഭ്രാന്തന്മാരെ പോലെ പെരുമാറും. അവിടെ കൈകാലുകൾ പലപ്പോഴും കിടക്കുന്ന കട്ടിലിനോട് ചേർത്ത് കെട്ടി. എന്താണ് ഇത്ര വലിയ വിഭ്രാന്തി? കാരണം അവർ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് അവർക്ക് അടുത്ത നിമിഷം മരണത്തിൻ്റെതാണെന്നറിയുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഭ്രാന്തുണ്ടല്ലോ, ആ ഒരവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം ജീവിതത്തിൽ എത്രയോ സമയം കിട്ടിയിട്ടും മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കാനിട്ട് മറക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് വരില്ലെന്ന് വിശ്വസിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ആ അസ്വസ്ഥതയുണ്ടാകുന്നത്. അപ്പൊ മരണത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്ത് വന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അടുത്തുണ്ടായിരുന്നു. ഫാത്തിമ വാപ്പക്ക് വല്ലാത്ത വേദന ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ, മോളെ, വാപ്പക്ക് ഇന്നു കഴിഞ്ഞാൽ ഇനി വേദനയില്ല, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇനി വാപ്പക്ക് വേദനയില്ല. അത് മരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് സുഹൃത്തുക്കളെ. വേദനയില്ലാത്തൊരു ലോകത്തേക്കാണ് യാത്ര എന്നാണ്. എന്നാൽ ഈ കടന്ന് പടഞ്ഞ് അസ്വസ്ഥത കാണിക്കുന്നവരിൽ അവർ ചിന്തിക്കുന്ന എല്ലാം തീർന്നുവെന്നാണ്. എല്ലാം തീർന്നു, ഇനി ഇതിനേക്കാളും ശക്തമായ വേദനകളിലേക്കാണ് ഞാൻ പോകുന്നത് എന്നറിയുമ്പോൾ എന്ത് സമാധാനമാണ് ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ബുദ്ധിയുള്ള, ഓർമ്മയുള്ള, ചിന്തയുള്ള സമയത്ത് തന്നെ സുഹൃത്തുക്കളെ മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് നൽകുന്ന അനുകൂലാവസ്ഥ. വിശുദ്ധ ഖുർആനിലെ എല്ലാ അഹ്കാമുകളും മതവിധികളും ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വന്ന അവസാനം ഇറങ്ങി എന്ന് പറയുന്ന ആയത്താണ് 281 അൽബക്കറിലെ ആയത്ത്. അതെന്താ നമ്മളോട് പറയണത്? വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം, പ്രതീക്ഷിക്കണം. അതായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിന്റെ ചർച്ച. ഏതാണ് ആ ദിവസം? തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ദിവസം. കണ്ണുകൾ പൂട്ടി അല്ലെങ്കിൽ ലോകം അവസാനിച്ച് നമ്മൾ ഈ ലോകത്തുനിന്ന് പോകുന്ന ഒരു ദിവസത്തെക്കുറിച്ച്, അല്ലാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു ദിനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വേണമെന്നാണ്. എന്തിനാണ് സുഹൃത്തുക്കളെ ആ തിരിച്ചുപോക്ക്? സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുസ്ലമൂൻ. എല്ലാവരും അവനവൻ സമ്പാദിച്ചതും അധ്വാനിച്ചതും പൂർത്തിയാക്കി എടുക്കാൻ വേണ്ടി ഒരനീതി അല്ല ചെയ്യില്ല. എന്റെ അർത്ഥം എന്താ? ഒരായുഷ്കാലം മുഴുവനും പ്രവർത്തിച്ചിട്ട് ആ പ്രതിഫലം വേണ്ടേ സുഹൃത്തുക്കളെ? എന്തൊരു ചാരിതാർത്ഥ്യത്തോടുകൂടെയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലും മഴയും കൊണ്ട് ഒരു അധ്വാനം ചെയ്ത ഒരു ജോലിക്കാരൻ വൈകുന്നേരം 5 മണിക്ക് തന്റെ കൂലി വാങ്ങാൻ നനഞ്ഞൊട്ടി വിയർത്തൊലിച്ച് വരുന്നത്. എത്ര സന്തോഷത്തോടുകൂടെയാണ്! അയാളെ മുഖത്ത് അധ്വാനത്തിന്റെ ക്ഷീണമില്ലാത്തത് എന്തുകൊണ്ടറിയോ? ഒരു പകൽ മുഴുവൻ അധ്വാനിച്ചതിന്റെ പ്രതിഫലം കൈനീട്ടി വാങ്ങാനാണ് വരുന്നത്. അതാ മരണ നിമിഷം. ഒരായുഷ്കാലം നിസ്കരിച്ചതും നോമ്പ് നോറ്റതും സൂക്ഷിച്ചതും സദക്ക കൊടുത്തതും എല്ലാം വാങ്ങാൻ പോകുന്ന, തിരിച്ചു പോകുന്ന സമയമാണത്. അവിടെ ഒരു സന്തോഷം പ്രകടമാകണ്ടേ സുഹൃത്തുക്കളെ? ഒരധ്വാനത്തിന്റെ പരിസമാപ്തിയിൽ ചാരിതാർത്ഥ്യമുണ്ടാവണ്ടേ? അതിനാണ് പടച്ചോനത്തേക്ക് പോകുന്നൊരു ദിവസം. ഇതിലെ ഒരു ഭീഷണിയുണ്ട്, തിരിച്ചു പോകും, അങ്ങനെ ഒരു ദിനമുണ്ട്. അതൊരു ഭീഷണിയാണ്. എന്നാൽ തിരിച്ചുപോയി പ്രതിഫലം വാങ്ങാൻ ഉള്ളൊരു മടക്കമാണതെന്ന സന്തോഷ വാർത്തയും ഒരേ സമയം ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് ചിന്തിക്കേണ്ടത് തന്നെയാണ്. എന്താ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ? ഒന്നേ, അത് നമുക്കാർക്കും അതിജീവിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ മരിച്ചേ പറ്റൂ, മരിച്ചേ പറ്റൂ. ഏതോ ഒരു മരണത്തിന്റെ രൂപം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അത് നിരത്തിലാവാം, അല്ലെങ്കിൽ ഒരു കട്ടിലിലാവാം, ആരെങ്കിലും മടിയിൽ കിടന്നാവാം, അല്ലെങ്കിൽ വാഹനത്താകാം, ആകാശത്താകാം, കടലിലാകാം, വെള്ളത്തിലാകാം. നമുക്കറിയില്ല. ലോകത്ത് കോടി മനുഷ്യർ മരിച്ചപ്പോൾ അവർക്കൊക്കെ ഒരു മരണരംഗമുണ്ടായതുപോലെ പകർത്താൻ പറ്റുന്ന ഒരു മരണരംഗം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കുമുണ്ട്. അത് ഇന്നക മയ്യിത്തുൻ വ ഇന്നകും മയ്യിത്തുൻ. നീ മരിക്കും, അവരെല്ലാവരും മരിക്കും. മരണത്തിന് ഇനി സുഹൃത്തുക്കളെ, മരിക്കാതിരിക്കുന്നതാണോ നല്ലത്? ഞാൻ ചിന്തിച്ചു. നമുക്ക് വയസ്സാവുമ്പോൾ കണ്ണ് കാണാതാവും, കാത് കേൾക്കാതാവും, ഹാർട്ട് വർക്ക് ചെയ്യാതാവും. അങ്ങനെ ഒരു ഗതിയില്ലാതെ ഇവിടെ ഇങ്ങനെ കിടക്കണോ? മരിക്കന്നല്ലേ നല്ലത് സുഹൃത്തുക്കളെ?
ആന്തരാവയവങ്ങളും ശരീരാവയവങ്ങളൊക്കെ നശിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഞെരങ്ങി മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കണോ? മരിക്കണ്ടല്ലേ നമുക്ക് നല്ലത്. മരണം ഈ ജീവിതത്തിന്റെ ഒരു വിശ്രമമാണ്. അത് ആവശ്യം. മരണം എന്നത് ആവശ്യം. മരണം ആവശ്യമല്ലെന്ന്. അതുകൊണ്ട് ആ മരണം അനിവാര്യമായും നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുക്കുക എന്നല്ലാതെ മരണത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു വഴി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അനുഭവിക്കണ്ടേ. നമ്മൾ ജീവിച്ചപ്പോൾ ചെയ്ത പ്രതിഫലങ്ങളും പുണ്യങ്ങളും നമുക്ക് അനുഭവിക്കണ്ടേ. മറ്റുള്ളവർക്ക് ഭാരമാവാതെ ജീവിക്കണ്ടേ. അവിടെ പോകണം. ആ പോകാനുള്ള മനസ്സ് മരണത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. പക്ഷെ ഒരു കാര്യം നമ്മൾ അറിയണം. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിന്നെ നമ്മളെ മനസ്സിൽ വരുന്നൊരു കാര്യം, നമുക്കിതിനോടൊക്കെ അതിൻ്റെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. സുഹൃത്ത്, ഇപ്പം നമ്മൾ ഓടുകയാണ്, ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഓടുകയാണ്, പൈസ ഉണ്ടാക്കാനും സമ്പന്നത ഉണ്ടാക്കാനും ഉന്നത ഉയരങ്ങളിലേക്ക് എത്താനും ഓടുകയാണ്. ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ട്. വലിയ മുതലാളി യാത്ര ചെയ്യുമ്പോൾ അവൻ ബിസിനസ് ക്ലാസ്സിലായിരിക്കും ഫ്ലൈറ്റിലുണ്ടാവുക. ഏറ്റവും നല്ല 5 സ്റ്റാർ ഹോട്ടലായിരിക്കും അവൻ്റെ താമസം. അവൻ്റെ കിടക്കകൾക്ക് ആ മാർദ്ദവത്വം ഉണ്ടാവും. അവൻ്റെ വസ്ത്രങ്ങൾക്ക് ആ മിനുസമുണ്ടാവും. അവൻ്റെ വാച്ചിനും ഫോണിനും എല്ലാം മെച്ചുണ്ടാവും. എൻ്റെ സുഹൃത്തുക്കളെ, കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നാണ്. ഇനിയിപ്പോൾ എന്ത് സൗകര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും ആ നിശ്ചലമായി കിടക്കുന്നവൻ അനുഭവിക്കാൻ പറ്റില്ല. ഫ്രീസറിലെ ശക്തമായ തണുപ്പ് പോലും അയാൾ അനുഭവിക്കില്ല സുഹൃത്തുക്കളെ, ഒന്നും അനുഭവിക്കില്ല. അതുകൊണ്ട് ഒരു നിമിഷം, അടുത്ത നിമിഷം നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നേടാൻ പറ്റാത്തൊരു നിമിഷമാണ് മരണം. ആശുപത്രി കിടക്കുമ്പോൾ പോലും നമുക്ക് നല്ല ഫെസിലിറ്റികൾ കിട്ടും, പൈസക്കനുസരിച്ചിട്ട് കിട്ടും. എന്നാൽ കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരേ സൗകര്യങ്ങളാണ്. അപ്പൊ നമുക്ക് സമ്പന്നമായി ഇവിടെ ജീവിച്ചതുപോലെ വേദനകളില്ലാതെ, വിഷമങ്ങളില്ലാതെ, നൊമ്പരങ്ങളില്ലാതെ ജീവിക്കണമെങ്കിൽ മരിച്ചിട്ട് കിടത്തുമ്പോഴും നല്ല ആർഭാടകരമായി നമ്മളെ കിടത്താൻ നമ്മളൊന്ന് ഒരുങ്ങണം. അത് ഇവിടുന്ന് ഒരുങ്ങണം. അതെങ്ങനെ ഒരുങ്ങണം എന്നറിയോ? ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാനും ഫ്ലൈറ്റിൽ ഇരട്ടി പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കാനും കൊടുത്ത അതേ ആവേശം, അതേ പണം ഉപയോഗിച്ചുകൊണ്ട് പരലോകത്തേക്ക് നിക്ഷേപിക്കണം, ഒരുങ്ങണം. അവിടുത്തെ ബെഡ് ഇവിടുന്ന് വാങ്ങണം, അവിടുത്തെ വീട് ഇവിടെ നിന്ന് നിർമ്മിക്കണം. അത് മനസ്സിൽ ഓർമ്മയില്ലാതെ പോയാൽ ഈ പണമൊക്കെ ഇവിടെ ഇട്ട് ഇതുവരെ അനുഭവിച്ച എല്ലാ സുഖങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടുത്തെ ഒരു കുടിലിൽ അനുഭവിക്കുന്നവൻ പോലും അനുഭവിക്കാത്ത അതീവമായ ദുരിതങ്ങളിലൂടെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും. വലക്കത് ജിത്തുമൂനാ ഖുറാന, നിങ്ങൾ ഒറ്റക്കൊറ്റയ്ക്ക് വരും എന്റെ അടുക്കൽ. കമാ ഖലഖനാകും അവ്വല മറ, ആദ്യ തവണ നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ. ഒന്നുമില്ല, ഒരു തുണിക്കഷ്ണമല്ലാതെ വന്നില്ലേ, അതേപോലെ തിരിച്ചു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മുടെ ഡെസിഗ്നേഷൻ മാഞ്ഞു, നമ്മുടെ സൗകര്യങ്ങൾ മാഞ്ഞു, വീട് മറഞ്ഞു, വീടിന്റെ ഗേറ്റിൽ നമ്മളെ പുറത്തേക്ക് എടുത്തു. അത് നമ്മുടേതല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ മാറ്റങ്ങൾ വരുമെന്ന് ചിന്തിക്കുന്നതല്ലേ സുഹൃത്തുക്കളെ നല്ലത്? ഇത് വരുന്ന് ചിന്തിക്കുന്നതല്ലേ നല്ലത്? ആലോചിക്കുന്നതല്ലേ നല്ലത്? ഒരുങ്ങുന്നതല്ലേ നല്ലത് എന്നാണ്. പിന്നെ നമ്മളഥവാ മരിക്കുകയാണെങ്കിൽ, മരിക്കിനെ കുറിച്ച് ഓർക്കണം എന്ന് പറയണം തരും. നമ്മളഥവാ മരിക്കുകയാണെങ്കിൽ നമ്മുടെ തിരോധാനം, നമ്മൾ പോണത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുത്. അതും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആലോചിച്ചാലേ നടക്കുള്ളൂ. നമ്മൾ മരിച്ച് നമ്മുടെ ഭാര്യ കഷ്ടപ്പെടരുത്, നമ്മുടെ മക്കൾ കഷ്ടപ്പെടരുത്. അതും മരിക്കും നോർമലുള്ളവനല്ലേ ആ സൗകര്യം ചെയ്തു നോക്കുള്ളൂ. അതും ഖുർആൻ നമ്മളോട് പറഞ്ഞ കാര്യമാണ്. വൽയഖ്ശല്ലദീന ലൗ തറകൂ മിൻ ഖൽഫിഹിം ദുർരിയതൻ ദിആഫാ, ദുർബലരായ ആളുകളെ വിട്ടേച്ചു പോകുന്നതിനെ കുറിച്ച് അവർ ഭയപ്പെടട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചും ആലോചിക്കും, ചിന്തിക്കും ഒക്കെ വേണമെന്നാണ്. പിന്നെ മരണം എന്നുള്ളത് മനസ്സിലുണ്ടെങ്കിൽ വേറെ മാറ്റങ്ങൾ എന്താ പറയുക, ഒന്ന് മാറും. ചില ഭർത്താക്കന്മാരൊക്കെ മരിച്ചാൽ ഭാര്യമാർ കരയും. ആ നിമിഷത്തിലല്ല, അവരുടെ ജീവിതകാലം മുഴുവൻ അവർ കരയും, അയാളെ ഓർക്കും. ഇപ്പൊ എന്തിനെ പെങ്ങളത്തിൽ ഇടങ്ങാറായി കരയണത്? അതെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാൾക്കൊരു സമാധാനം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്നാണ്. അപ്പൊ അയാൾ മരിച്ചു പോയിട്ട് ആലോചിക്കണം, അയാൾ മരിക്കും, ഞാനും മരിക്കും എന്നു ചിന്തിച്ച് പെരുമാറണം. ഇയാളെ ഞാനിപ്പോ ഇങ്ങനെ ദ്രോഹിക്കുമ്പോൾ ഇയാൾ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ല. ഇവളെ ഞാൻ ഇങ്ങനെ നോവിക്കുമ്പോൾ ഇവൾ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ല. അവൾ മരിച്ച് അടുക്കള ശൂന്യമാകുമ്പോൾ, എന്റെ ചെറിയ കുട്ടിയുടെ കണ്ണിൽ ഉമ്മയെ കാണാതെ വെള്ളം നിറയുമ്പോൾ ആ സാന്നിധ്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ മനസ്സിലായിട്ട് കാര്യമുണ്ട് സുഹൃത്തുക്കളെ?
ചോദിക്കുന്നതെല്ലാം തന്നു കൂടെ നിന്ന ഭർത്താവിന്റെയും വാപ്പന്റെയും വില മരിക്കും എന്ന ബോധത്തോടുകൂടെ കണ്ടു നോക്കൂ നമ്മുടെ മാതാപിതാക്കളെ. മരിക്കും എന്ന യാഥാർത്ഥ്യത്തോടുകൂടെ കണ്ടു നോക്കൂ ഭാര്യയെ. മരിക്കുമെന്ന യാഥാർത്ഥ്യത്തോടെ കണ്ടു നോക്കൂ ഭർത്താവിനെ. നമ്മുടെ സ്വഭാവം മാറും, പെരുമാറ്റം മാറും, ജീവിത സമീപനങ്ങൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും, വീക്ഷണങ്ങൾ മാറും. മരണമെന്നൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഖുർആൻ ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ ഓടിയിട്ടൊന്നും രക്ഷപ്പെടൂല, നിങ്ങൾ നേരിട്ടേ പറ്റൂ. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നിങ്ങൾ പേടിച്ചോടുന്ന മരണം അതിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യുന്നതാണ്. അത് കണ്ടുമുട്ടും എന്ന യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും മാറ്റം വരും. ആലോചിച്ച് നോക്കുക, നിങ്ങൾ എന്തപ്പം മരിക്കാൻ സമയത്ത് ചോദിക്കുന്നത്? അവസരത്തെയാണ് ചോദിക്കുന്നത്. ആരാണ് ഈ ചോദിക്കുന്നത്? 70 കൊല്ലോ 80 കൊല്ലൊക്കെ ജീവിച്ച ആള് അവസരം. എത്ര അധികം 4 ദിവസം 5 ദിവസം ഒന്നും അയാൾ ചോദിക്കണില്ല. അയാൾക്കൊരു വാക്കു പറയാൻ ഒരു നിമിഷം, വാക്കു പറയാൻ, എന്താ ആ റോട്ടും വക്കത്ത് കിടക്കുന്ന ഒരു 10 സെന്റ് ആ പള്ളിക്ക് കൊടുത്തോളൂ എന്ന് പറയാൻ, ഒരു സെന്റൻസ് പറയാൻ, അതേ അയാൾക്ക് ആവശ്യം. സുഹൃത്തുക്കളെ, ആ യാഥാർത്ഥ്യബോധം മരിക്കുമ്പോൾ ഉള്ള ആ യാഥാർത്ഥ്യബോധം നമുക്ക് ജീവിതത്തിൽ ഉടനീളുണ്ടെങ്കിൽ അയാൾ ഒരു നിമിഷം പാഴാക്കും. ആ യാഥാർത്ഥ്യബോധം ഫഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരു അല്പ സമയം, ഒരു നിശ്ചിത സമയം എനിക്ക് താ. സ്വതക്ക കൊടുക്കാൻ, അതെടുത്ത് കൊടുക്കണല്ലോ. അതിന് ടൈം വേണ്ടേ സുഹൃത്തുക്കൾ? സമയം. ആ സമയമാണ് ആ ചോദിക്കുന്നത്. ആലോചിച്ചൊക്കെ നിങ്ങൾ 70-80 കൊല്ലം കിട്ടിയ സമയത്തിനെ കുറിച്ചിന്റെ വില എപ്പോഴാണ് മനസ്സിലാകുന്നത്? നിങ്ങൾ തൊണ്ടക്കുടിയിൽ റൂഹെത്തുമ്പോൾ. അത് കുറച്ച് നേരത്തെ മനസ്സിലാക്കിയാൽ ജീവിതത്തിന് എന്ത് മാറ്റം ഉണ്ടാവും? അതുകൊണ്ട് മരണം പേടിക്കാനുള്ളതല്ല, മരണം മറക്കാനുള്ളതല്ല, മരണം സംഭവിക്കില്ലെന്ന് വിചാരിച്ച് സമാധാനിക്കാനുള്ളതല്ല. അടുത്ത രാവിലെ ഞാൻ ഉണ്ടാവില്ലെന്ന് വിചാരിക്കുക. അതുകൊണ്ടല്ലേ രാത്രിക്കത്തെ പ്രാർത്ഥനയിൽ അങ്ങനെ ചെല്ലണത്? രാവിലെ എഴുന്നേൽക്കും വിചാരിച്ചിട്ടല്ല പ്രാർത്ഥന. ആ പ്രാർത്ഥനയുള്ളത് മരിക്കുന്ന. അപ്പൊ ഇൻ അംസക്തഹ, പടച്ചോനെ ഈ റൂഹിനെ അവിടെ വെക്കുകയാണെങ്കിൽ അതിനോട് നീ കരുണ കാണിക്കുക എന്ന് പറയണം. എന്തുകൊണ്ടാ? പിറ്റേന്നത്തെ രാവിലെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഒരു വിശ്വാസി അങ്ങനെയാണ്. നേരം വെളുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി സലാം പറഞ്ഞു പോന്നവൻ വൈകുന്നേരം വീട്ടിലേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ അടുക്കലും വരും. ഖുൽ യതവഫാക്കും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും. അള്ള സമയമൊക്കെ എഴുതിക്കൊടുത്ത്, സ്ഥലമൊക്കെ എഴുതിക്കൊടുത്ത് അള്ള ഏൽപ്പിച്ചൊരു മലക്കുണ്ട്. ആ മലക്ക് ആ സമയമാകുമ്പോൾ വളരെ കൃത്യനിഷ്ഠയോടുകൂടെ ബഹുബല യുഫർരിത്തു, ഒരു വീഴ്ചയും വരുത്താതെ വളരെ കൃത്യനിഷ്ഠയോടുകൂടെ അവരാ കർമ്മം നിർവഹിച്ചിരിക്കും. തുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ, നിങ്ങൾ റബ്ബിങ്കിലേക്ക് കൊണ്ടുപോകും. കൊണ്ടുപോയാൽ എന്താ സുഹൃത്തുക്കളെ? ജീവിതത്തിൽ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ബോധ്യപ്പെടാത്ത പലതും അവനിങ്ങനെ കാണാൻ തുടങ്ങും. മലക്കിനെ കാണൂലേ? എല്ലാവരെയും കാണാൻ തുടങ്ങും. വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സ്വാലിഹിൻ ഇന്നാ മൂഖിൻ. മരിക്കുന്നത് വരെ മരണത്തിനപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ് ക്ലാസ് എടുത്ത് മനസ്സിലാകാത്തവന് മരിക്കാൻ തുടങ്ങും മനസ്സിലാവും. ബോധ്യപ്പെട്ടിരിക്കുന്നു, കണ്ടിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അംഗീകരിക്കും. നല്ലതൊക്കെ ചെയ്തു കൊള്ളാം, ഒരവസരം തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ എത്ര നന്നായി ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഒരുങ്ങാൻ പറ്റും, അതിനുവേണ്ടി തയ്യാറാകാൻ പറ്റും. അത് നമ്മുടെ ഏവരുടെയും ജീവിതത്തെ മാറ്റിമറിക്കും. ആലോചിച്ച് നോക്കും നിങ്ങൾ, എല്ലാം പരസ്യമാണ്. ആളുകളെ കാണിക്കാനും ജാടകൾ കാണിക്കാനുമാണ് ആളുകൾ. ആർക്കെങ്കിലും ഒരു വീട് വെച്ചു കൊടുത്താൽ, ആർക്കെങ്കിലും ഒരു പശുവിനെ വാങ്ങിക്കൊടുത്താൽ, അതൊക്കെ ഇങ്ങനെ ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകളും കോടിക്കണക്കിന് ആളുകളും ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ള ഓരോ ഫേസ് പേജുകളിലാണ് ആളുകൾ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് അടങ്ങി മരിച്ചു കിടക്കുമ്പോൾ കൊണ്ടുപോകാൻ ആത്മാർത്ഥമായൊരു സ്വതക്കയുണ്ടോന്ന് മരിച്ചൊരു ജീവിതം എന്ന് വിചാരിക്കണോനെ ചിന്തിക്കുള്ളൂ. അവൻ ചിന്തിക്കും. ഒരു പബ്ലിസിറ്റിയും വേണ്ട, മരിച്ചിട്ട് അടങ്ങി കിടക്കുമ്പോൾ കൊണ്ടുപോകാൻ. അപ്പൊ കൊണ്ടുപോകാൻ കിട്ടാത്തൊരവസ്ഥ ഈ പബ്ലിസിറ്റി കൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് മനസ്സിൽ വിചാരിക്കുക മരണല്ലോന സുഹൃത്തുക്കളെ. ആത്മാർത്ഥമായി 2 റക്അത്ത് സുന്നത്ത് സ്കരിക്കുക, ഞാൻ ഒറ്റയ്ക്കാകുമല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തിരക്കുകൾക്കിടയിൽ, വാശികൾക്കിടയിൽ, പകപോക്കലുകൾക്കിടയിൽ, സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ നാം
മലർന്നടിച്ചു വീഴുന്ന ഒരു നിമിഷത്തെക്കുറിച്ച് വിസ്മരിച്ചുവോ എന്ന് ആത്മാർത്ഥമായി മനസ്സാക്ഷിയോട് ചോദിക്കാം. ഇനി കിട്ടുന്ന നിമിഷങ്ങൾ, ആ ചിന്തകൾ മനസ്സിൽ ശരിക്കും യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ള ഒരു മാറ്റത്തിന് ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുമ്പോൾ അടുത്ത വക്തിന് പള്ളിയിൽ പോകുമ്പോൾ അതിന്റെ മാറ്റം ആ നിസ്കാരത്തിലുണ്ടാവും. വീട്ടിൽ ചെന്ന് പെരുമാറുമ്പോൾ അത് ഭാര്യയോടുള്ള സമീപനത്തിലുണ്ടാവും, ഭർത്താവിനോട് പറയുമ്പോഴുണ്ടാകും, നമ്മുടെ സദക്കകളിലുണ്ടാകും, നമ്മുടെ പ്രവർത്തനത്തിന്റെ ആത്മാർത്ഥതയിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ നമ്മൾ കേട്ട ആ അപകട വാർത്തകളുണ്ടല്ലോ, ആ അപകട വാർത്തകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. കാരണം അവർക്ക് സ്വപ്നങ്ങളുണ്ടായിരുന്നു, അവർക്ക് മക്കളെക്കുറിച്ച് പ്രതീക്ഷകളുണ്ടായിരുന്നു. അവർ വീട്ടിൽ ബാക്കി വെച്ചവരിലേക്ക് തിരിച്ചോടുകയാണ്. പക്ഷെ അവർ വീട്ടിലേക്ക് എത്തുന്നില്ല, അവർ ഖബറുകളിലേക്ക് പോകുന്നു. ഒരു വീട്ടിൽ നിന്ന് 4 ആളുകൾ, 5 ആളുകൾ, 6 ആളുകൾ. അവരോട് ചോദിക്കൂ, തലേന്നാൾ നാളെ മരിക്കുമെന്ന് അവർ വിചാരിച്ചു ഇല്ല. ഞാനും നിങ്ങളും അതുപോലെ എടുക്കപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തെക്കുറിച്ച് എത്ര ഞാനും നിങ്ങളും ബോധവാന്മാരാണോ അത്ര നന്നായി നമുക്ക് തിരിച്ചു പോകാനാകും, അത്ര ആത്മവിശ്വാസത്തോടെ മരിക്കാനാകും, അത്ര ചാരിതാർത്ഥത്തോടുകൂടി ജീവിതത്തെ സമാപിപ്പിക്കാനാകും. അങ്ങനെയുള്ള നല്ലൊരു മരണം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വളരെയധികം ഭയപ്പെടേണ്ടത് ഇസ്ലാമിനെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ഇസ്ലാമിനെ എതിർ നിൽക്കുന്ന യുക്തിവാദികളോ നിർമ്മതവാദികളോ ഇസ്ലാമിനെതിരായി പറയുന്ന ആരോപണങ്ങളെ നമ്മൾ ആരും പേടിക്കണില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ഇസ്ലാമിനെ തകർക്കാനാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു സാമാന്യ ബുദ്ധിയുള്ളതുകൊണ്ട് തന്നെ അവർ പറയുന്നതിന് അങ്ങനെ കാണും. ഇനി ചെറിയൊരു വസ്വാസ് കുടുങ്ങിയാൽ പോലും അത് അവരിതിനെതിരെ പറയുന്ന സംഗതിയാണ്, അതിനപ്പുറത്തൊരു ശരി ഉണ്ടാവും. എന്നാൽ സുഹൃത്തുക്കളെ തൊപ്പിയിട്ട് മിമ്പറിൽ കയറി ഖുതുബയാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അതിശക്തമായി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉന്നയിച്ചിട്ട് ഇസ്ലാമിനെതിരെ പറയുന്നവരെ പിന്തുണക്കുന്നവരും അതിലും ചെറിയ ശരിയുണ്ടല്ലോ എന്ന് മനസ്സിൽ തോന്നുന്നവരും പേടിച്ചോളി. നമ്മൾ കുഫറിലേക്കും നിഷേധത്തിലേക്കും നരകത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റുകൾ കേട്ടു, എന്താ ബലി അറുക്കൽ ഖുർആനി പറഞ്ഞിട്ടില്ല. എത്തൂല അള്ളാഹുലേക്ക് അവന്റെ മാംസമോ അല്ലെങ്കിൽ പിന്നെ രക്തമോ ഒന്നും എത്തൂല എന്നല്ലേ അള്ള പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളെ, തൊട്ട് മുമ്പ് 36-ാമത്തെ ആയത്തിൽ 36-ാമത്തെ ആയത്തിൽ വൽ ബുദ്ധിന എന്താ ബലിമൃഗത്തെ കുറിച്ചാണ് പറയണത്. വലിയർക്കുന്ന ഒട്ടകാണ്. ജഅൽനാഹലക്കും മിൻ ശഅഇർ, അത് അള്ളാഹുവിന്റെ ചിഹ്നമാക്കിയിരിക്കുന്നു. എന്നിട്ട് വളരെ വ്യക്തമായിട്ട് പറയാണ് എന്താ അവസാനം, വഇദാ വജബത് ജുനൂബുഹ, അത് നിങ്ങൾ ബലി അറുത്തത് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഫകുലൂ മിൻഹ, അതിന് തിന്നണം, വഅത്ഇമുൽ ബാഇസൽ വഅത്ഇമുൽ ഖാനിഅ വൽ മുഅ്തർ, ചോദിച്ചു വരുന്നവനും കഷ്ടപ്പെടുന്നവനൊക്കെ കൊടുക്കണം. ആ ആയത്ത് തൊട്ട് മുന്നിൽ കിടക്കുമ്പോഴാണെന്ത് ഈ ബലിമൃഗത്തെ തിന്നണം എന്ന് പറഞ്ഞ ആയത്ത് തൊട്ട് മുമ്പിൽ കിടക്കുമ്പോഴാണ് ഇപ്പുറത്തെ 37-ാമത്തെ ആയത്ത് ഓതിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഇത്രമാത്രം പച്ചയായി അറിവില്ലാത്തവരെ കബളിപ്പിച്ച് ഖുർആൻ നിഷേധം പറയുന്ന ആളുകൾ ഇത് കേട്ടിട്ട് എന്തോ അതിലൊക്കെ രസല്ലേ, പലിശ ശരിയാന്ന് തന്നെയല്ലേ തോന്നുന്നത്. പലിശയിൽ ഇപ്പൊ ഇങ്ങനെ ഇന്നത്തെ ആധുനിക കാലത്ത് പലിശ നിരോധിക്കേണ്ടതുള്ളൂ. പച്ചയായി ഖുർആൻ വിരോധിച്ച കാര്യങ്ങൾ. സുഹൃത്തുക്കളെ, ബലി മൃഗങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത്. ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ആളുകളും എന്താ പറയുക, നിങ്ങൾ ബീഫ് തിന്നിട്ടാ വരുന്നത്. അതാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന തമാശ. മനസ്സിലായി? തിന്നാത്ത ആൾക്കാരെ കേൾക്കുക. ഒരു ദിവസം കൊന്നൊടുക്കുന്ന കോഴികൾക്ക് വല്ല കണക്കോ? ഈ കോഴിയുടെ മാംസം തിന്നാത്ത എന്റെ ജീവനല്ലേ? ഒരു മത്തി തിന്നുന്നവനും ഒന്നിനെ കൊന്നല്ലേ സുഹൃത്തുക്കളെ തിന്നുന്നത്? ഈ ചോദ്യം. അപ്പൊ ഈ ബലിക്കെന്തുള്ളവരങ്ങള് പണമുള്ളവൻ എന്നും വാങ്ങി തിന്നുന്ന, അറുത്ത് വാങ്ങി തിന്നുന്ന ഈ മാംസം പണമില്ലാത്തവന് സമൃദ്ധമായി കിട്ടുന്ന ഒരു ദിവസമേ ഉള്ളൂ. വേറെന്തേലും വ്യത്യാസം? ബലിന്റെ അന്ന് മാത്രമേ അറിവ് നടക്കുന്നുള്ളൂ, വേറൊരു ദിവസം അറിവ് നടക്കുന്നില്ല എന്നാണ് ഈ പറയുന്ന ആൾക്കാരുടെ വർത്തമാനങ്ങൾ കേട്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും. അതുകൊണ്ട് ഇതൊക്കെ എത്രമാത്രം വലിയ കബളിപ്പിക്കലാന്ന് ആലോചിക്കണം. പിന്നെ ഇതിലൊക്കെ കൊല്ലണില്ല, സ്നേഹം കാണിച്ച് ബലിക്ക് വെച്ച മൃഗങ്ങളെ ഭയങ്കര സ്നേഹം തോന്നിയിട്ട് അതിന് ബലിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുപോകാതിരിക്കാൻ വാങ്ങി മോചിപ്പിക്കുന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കൾ, ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു ആടിനൊക്കെ അങ്ങോട്ട് മോചിപ്പിച്ച് വിട്ടാൽ അത് എവിടെയെങ്കിലും പോയിട്ട് വേദന അനുഭവിച്ച് ഭക്ഷണം കിട്ടാതെ അത് പുഴുത്ത് നാടിനും നാട്ടാർക്കും ജീവിക്കാൻ പറ്റാത്ത രൂപത്തിൽ ചത്തൊടുങ്ങുമെന്നല്ലാതെ എവിടെയാണ് അവസാനം? അത് തീർന്നു പോണ്ടേ?
അത് മനുഷ്യന് ഭക്ഷണമായിട്ട് അള്ള നിശ്ചയിച്ചാണ്. കാട്ടിൽ വന്യമൃഗങ്ങൾ എത്ര ജീവികളെ കൊന്നു തിന്നുന്നുണ്ട്, ആർക്കും ദയ തോന്നാത്ത എന്താ? അതൊക്കെ ഭക്ഷണമാണ്, ഈ പ്രകൃതിയിൽ നടക്കുന്ന കാര്യമാണ്. എന്നിട്ട് അതൊക്കെ വലിയ പ്രശ്നമാക്കി ഖുർആന്റെ ആയത്തുകൾ വെച്ച് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നാം ഗൗരവത്തിൽ കാണും. ഇതൊക്കെ അറിയാതെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇതൊക്കെ എന്തോ ഒരു തെറ്റുണ്ടോ? വലിയ ഒരു തെറ്റില്ല സുഹൃത്തുക്കളെ. പിന്നെ ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിക്കുക. ഒരു പിന്നെ ഇന്നാത്തനാക്കൽ കൗസർ, സൂറത്ത് കൗസറെങ്കിലും അറിയാത്ത ആൾക്കാരുണ്ടാവും ഇപ്പൊ ഇസ്ലാമിൽ. ഇന്നാത്തനാക്കൽ കൗസർ ഫസലി റബ്ബിക വൻഹർ, നിസ്കരിക്കണം, നിന്റെ റബ്ബിനെ ബലിയറുക്കണം എന്നാണ്. ഏറ്റവും ചെറിയ ഒരു സൂറത്തിന്റെ അർത്ഥം അറിയണവനും അറിയണ കാര്യമാണ്. ഇത് എത്ര ആധികാരികമായി നിന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രസംഗിക്കുകയാണ്. ഖുർആനിലില്ല ബലിയറുക്കാനുള്ള കൽപ്പനയാണ്. അത് കേൾക്കുമ്പോൾ അത് ശരി തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ഇസ്ലാമികമായ അറിവ് എവിടെ നിൽക്കുന്നു എന്ന് ആത്മപരിശോധന നടത്തണം. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കുവാനും ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങളെ പ്രാമാണികമായും ബുദ്ധിപരമായും നേരിടാനും നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമ്മുടെ ഈമാനിന് ചോർച്ച വരും, ബലഹീനത വരും, നമ്മുടെ കർമ്മങ്ങളെ ബാധിക്കും, നിസ്കാരത്തെ ബാധിക്കും, ജീവിതത്തെ ബാധിക്കും. ശരിയായ വിശ്വാസം കാത്തു സൂക്ഷിച്ച് ഉറച്ച വിശ്വാസത്തോടുകൂടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പുതിയ തലമുറക്ക് ഈ ദീനിന്റെ ശരിയായ ആശയങ്ങളെ പ്രാമാണികമായി യുക്തിഭദ്രമായും കൈമാറ്റം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം. മരണം എവിടെ വെച്ചായാലും ഏത് രൂപത്തിലായാലും ആശ്വാസത്തോടുകൂടെ നിന്നെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടും ലഭിക്കുന്ന എല്ലാ ആളുകൾക്കും രോഗശമനത്തെ നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على